Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഡിഫറെൻ്റ് ആയ ഒരു ചിക്കൻ കറിയാണിത്. ഗ്രീൻ കറി എന്നാണ് ഇതിൻ്റെ പേര്. ഇതെൻ്റെ ഫാദർ ഇൻ ലോൻ്റെ റെസിപ്പിയാണ്. അദ്ദേഹം മരിച്ചുപോയി, 5 വർഷമായി. അപ്പം വളരെ നല്ലൊരു കുക്കായിരുന്നു അച്ഛൻ. നല്ല നല്ല റെസിപ്പീസൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് എഴുതിയിട്ട് എനിക്ക് ഇങ്ങോട്ട് അയച്ചു തരാറുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതിൽ പെട്ട ഒരു റെസിപ്പിയാണ്. ഇന്നത്തെ ദിവസം അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ ദിവസം നോക്കിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാണ് ഒരു ഡെഡിക്കേഷനായിട്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയായ ഈ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ കറിക്കായിട്ട് ആദ്യം ഒരു ടേബിൾ സ്പൂൺ എണ്ണ, വെളിച്ചെണ്ണയൊന്നുമില്ല, ഞാൻ കനോല ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു 2-3 കഷ്ണം പിന്നെ പട്ട, വേറെ സ്പൈസസ് ഒന്നും അതിലിടുന്നില്ല, പട്ട മാത്രമേ അതിലിടുള്ളൂ. അതിലേക്ക് നമുക്ക് നമ്മുടെ ഉള്ളി, നല്ല വലിയ ഉള്ളിയാണെങ്കിൽ 2 എണ്ണം മതി. മീഡിയം സൈസൊക്കെ ആണെങ്കിൽ 3 ആയിക്കോട്ടെ. എന്നിട്ട് നമ്മളെപ്പോഴും ചെയ്യണ പോലെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വാടാനായിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ അരപ്പിന് വേണ്ട സാധനങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് മിക്സിയിലേക്ക്. അപ്പം ഞാനിത് ഇവിടെ ഒരു 2 വലിയൊരു പിടി മല്ലിയില. ഇപ്പം അരിഞ്ഞ് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5 കപ്പൊക്കെ ഉണ്ടാവും. തണ്ടൊന്നും ഞാൻ മാറ്റിയിട്ടില്ല, അക്കപ്പം അരയ്ക്കുമല്ലോ. പിന്നെ പുതിന ഇല, ഇതിപ്പോൾ ഒരു 6 തണ്ടുണ്ട്. ഇതിനെ ഞാൻ വെറുതെ ഇങ്ങനെ ഉടച്ചിട്ട് ഇങ്ങനെ ഇടുകയാണ്. നിങ്ങൾക്ക് ഈ തണ്ടുകൾ ഭയങ്കര മൂത്തതാണെന്നുണ്ടെങ്കിൽ അതിലിടണ്ട. ഇതിപ്പോൾ തളിരാണ്, അപ്പോൾ അത് കാരണം അരിഞ്ഞു പോകല്ലോ എന്ന് വെച്ചിട്ടിട്ടാണ്. ഇഞ്ചി തോല് കളഞ്ഞ് ചെത്തിയിട്ട് 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. പിന്നെ ഒരു 5 പച്ചമുളക്, ഒരു 8 വെളുത്തുള്ളി. അത് ഇങ്ങനെ നല്ല തടിയൻ വെളുത്തുള്ളിയാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് നാട്ടിലൊക്കെ ഇങ്ങനെ കുറച്ച് മെലിഞ്ഞ വെളുത്തുള്ളിയല്ലേ, അപ്പം അങ്ങനെയാകുമ്പോൾ എണ്ണം കുറച്ച് കൂട്ടേണ്ടി വരും. ഇതിപ്പം 8 എണ്ണം ഉണ്ട്. നിങ്ങൾ മെലിഞ്ഞതാണെങ്കിൽ ഒരു 10-12 ഇട്ടുള്ളൂ. പിന്നെ മല്ലിപ്പൊടി ഞാൻ ഒരു 6 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ഇടുന്നുള്ളൂ, ധാരാളമായിരിക്കും. പിന്നെ പെരിഞ്ജീരകം കുറച്ച് നന്നായിട്ട് വേണം, 1.5 ടീസ്പൂൺ. ഈ ജാതിയുടെ തോല്, ഇതൊരു കുറച്ച് മതി കേട്ടോ. ഇതിങ്ങനെ ഒരു 2 ചെറിയ കഷ്ണം മതി, സ്ട്രോങ് മണമായ കാരണം അത്. പിന്നെ ഏലക്കായ ഒരു 6 എണ്ണം, കറാമ്പു ഒരു 8 എണ്ണം. പിന്നെ ജീരകം, സാധാരണ ജീരകം ഒരു 1/4 ടീസ്പൂൺ മതി, ഒരു പേരിന് മതി. പട്ട നമ്മൾ നേരത്തെ ഇട്ടതാണ്. അപ്പം ഇത്രയും സാധനങ്ങൾ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് നല്ല മയത്തിൽ അരച്ചെടുക്കാം. അരച്ച് തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഒരു സാധനം ഓർമ്മ വന്നത്, കുറച്ച് കുരുമുളകും കൂടി ചേർക്കാണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ മിക്സിയിലേക്ക് ആഡ് ചെയ്യും, ഒരു 2 ടീസ്പൂണോളം. അതാ ഇങ്ങനെ നല്ലോണം അരഞ്ഞ് ഒരു ബ്രൗണിഷ് പച്ച പേസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഉള്ളിയിലേക്ക്, നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർക്കാം. എന്നിട്ട് ഈ അരപ്പ് അതിൽ കിടന്നൊന്ന് നന്നായിട്ട് വേകണം. അതിന് ശേഷം നമ്മൾ തക്കാളി ചേർക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെൻ്റെ ഫാദർ ഇൻ ലോ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. ഈ റെസിപ്പി ഞങ്ങൾക്ക് ഫാമിലിയിലെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണ്. അച്ഛനൊരു അപാര കുക്കായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് ഈ കറി കഴിക്കുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്കിത് കുറച്ച് നേരം മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ചെറിയ തീയിൽ മതി, കരിഞ്ഞു പോകരുത്. ഒരുവിധം ആയിട്ടുണ്ടാവും അത്.
അടിയിലൊന്നും പിടിച്ചിട്ടില്ല, പക്ഷെ വെള്ളമൊക്കെ അതിലത്തെ വറ്റി. പിന്നെ ഇത് അരച്ച മിക്സി കഴുകിയ വെള്ളം ഞാനവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിക്കാനായിട്ട് ആ വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഇത്രയും തക്കാളി, അതായത് ഒരു വലിയ തക്കാളിയാണ് ഞാനെടുത്ത്. അധികം പുളി ഈ കറിക്ക് ആവശ്യമില്ല. അപ്പം ഒരു കപ്പ് ഉണ്ടാവുമായിരിക്കും, നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നെ മീഡിയം സൈസൊക്കെ ആണെങ്കിൽ ഒരു 1.5 അങ്ങനെയൊക്കെ മതിയാവും. പറഞ്ഞ പോലെ ഇതൊന്ന് ബാലൻസ് ചെയ്യാനുള്ള പുളിയേ വേണ്ടൂ, വല്ലാതെ പുളി വേണ്ട. ആദ്യം ആ തക്കാളി ഒന്ന് ഉടയണ വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ അതിനെ അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇത് ഈ മസാലയൊക്കെ നല്ലോണം ഒന്ന് വെന്തിട്ടുണ്ടാവും, തക്കാളിയൊക്കെ ഉടഞ്ഞ് കാണും. നല്ല കറക്റ്റ് പരുവത്തിലാണുള്ളത്. ഈ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ചിക്കൻ ചേർക്കാം. ചിക്കനെ ഈ മസാലയൊക്കെ ഒന്ന് അതിൻ്റെ മേലെ നന്നായിട്ട് കോട്ട് ചെയ്യുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഒരു ചെറിയ ഫ്ലെയിമിൽ തന്നെ കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഇതിൽ നിന്നുള്ള കുറച്ച് വെള്ളമൊക്കെ പുറത്ത് വരട്ടെ. അതിന് ശേഷം നമുക്ക് മിക്സിയിലത്തെ വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഇതൊന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുക കേട്ടോ. ഇപ്പോൾ കറി ചിക്കൻ കുറച്ചൊന്ന് വെന്തിട്ടുണ്ടാവും. ഇതേ കണ്ടോ, അതിൻ്റെ ആ പിങ്ക് കളറൊക്കെ പോയി വെള്ളയായി. അപ്പോൾ അതിൽ മസാലയൊക്കെ ഒരുവിധം പിടിച്ചു എന്നർത്ഥം. ഈ സാഹചര്യത്തിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അരച്ചപ്പോൾ ഉള്ള വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ വെള്ളം ഒഴിക്കൂ. ഇല്ല, മിക്സിയിൽ എന്തായാലും വെള്ളം ഉണ്ടാവുമല്ലോ മിക്സി കഴുകി കഴിയുമ്പോൾ, അപ്പോൾ ആ വെള്ളം മതിയാവും. ഞാനതൊരു 1.5 കപ്പോളം വെള്ളമുണ്ട് അതിൽ, അതാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ചിക്കനൊക്കെ അതിൽ മുങ്ങിക്കിടക്കാനുള്ള വെള്ളമുണ്ട്. നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കാം. അങ്ങനെ 15 മിനിറ്റായി. അത് നന്നായി റെഡി ആയിട്ടുണ്ടാവും. എണ്ണയൊക്കെ അങ്ങനെ മേലേക്ക് വിട്ടു വന്നുണ്ട്. അപ്പം അത് നന്നായി കുക്കായി. നമ്മൾ ഒഴിച്ചതിനേക്കാൾ ഒരുപാട് വെള്ളമൊക്കെ ആയി. ഇനി ഇത് തണിയുമ്പം ഒന്ന് കുറുകും. പക്ഷേ ചോറിനൊക്കെ അത്രയും വെള്ളം വേണ്ടി വരും, ഗ്രേവി വേണ്ടി വരും. ഞാൻ നേരത്തെ ഇത് മൂടി വെച്ചതിന് ശേഷം ഓർമ്മ വന്നു ഉപ്പിട്ടുണ്ടായിരുന്നില്ല എന്ന്. അപ്പം ഞാൻ ഇടയിൽ തുറന്നിട്ട് ഉപ്പിട്ടു കേട്ടോ. അപ്പം നിങ്ങളും ഉപ്പിടാൻ മറക്കരുത്. പിന്നെ നമുക്കിത് കുറച്ച് കറിവേപ്പില അടുപ്പ് ഓഫ് ചെയ്തു. കറിവേപ്പില ഇട്ടിട്ട് ഇനി കുറച്ചൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒരുപോലെ നന്നായിട്ട് പോകുന്നൊരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.